ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡറുണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ? സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയായിട്ട് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. സർ, അതിൻ്റെ പാരമ്യത, അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത്. പ്രതിപക്ഷ നേതൃത്വത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചെയറിന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരെ നടത്തിയ ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും നിലവാരമില്ലാത്ത ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, വി ഡി സതീശൻ ആരാണ് എന്നതേക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ. അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി. സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. അതൊന്നും എൻ്റെ അടുത്ത് ഏശില്ല കേട്ടോ. നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത്. അതാദ്യം മനസ്സിലാക്കണം. സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലായിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ. ഇങ്ങോട്ട് നോക്കിയിട്ട് ഇത്തരം മുദ്രാവാക്യം വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. സർ, ഗോൾവാൾക്കറുടെ ആഘോഷത്തിൻ്റെ മുന്നിൽ അവിടെ ചിത്രവും വെച്ച് അതിൻ്റെ മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് സ്വന്തം നേതാവിനോട് ചോദിക്ക്. അന്നേരം മനസ്സിലാവും RSSന് ആരാണ് വണങ്ങുന്നത്. സർ, ഈ നില സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല. എന്തുമാകാമെന്ന നില പറ്റില്ല. ഈ നില സ്വീകരിക്കാൻ പറ്റില്ല. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. നമസ്കാരം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷത്തിന് ആവശ്യത്തിലധികം ആയുധങ്ങൾ. പിണറായിയെയും കൂട്ടരെയും വിറപ്പിക്കും എന്ന് ഉറപ്പ്. അങ്ങനെയായിരുന്നു നിയമസഭാ സമ്മേളനത്തെ എല്ലാവരും ഉറ്റുനോക്കിയത്. എന്നാൽ ഇന്നു കണ്ടതോ? മലപ്പുറം പരാമർശത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാർ. മലക്കം മറിഞ്ഞത് പ്രതിപക്ഷമെന്ന് ആക്ഷേപം. പ്രതിപക്ഷത്തിന് അടവ് പിഴച്ചോ? പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യം, മുൻ പ്രതിപക്ഷ നേതാവിന്റെ മഹത്വം പറച്ചിൽ എന്നിവ നൽകുന്ന സൂചനകൾ എന്താണ്? തക്കം നോക്കി കണക്ക് ചോദിക്കാൻ മുഹമ്മദ് റിയാസ് ഇറങ്ങിയതും എന്ത് മുന്നിൽ കണ്ട്? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷം പേടിച്ചോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും K അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠൻ എന്നിവരാണ് എൻകൗണ്ടർ പ്രൈമിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി കിട്ടുക എന്നത് നിങ്ങളെ സംബന്ധിച്ച് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന കനകാവസരമായിരുന്നു. എന്തുകൊണ്ട് അതിൽ നിങ്ങൾ ആ സൗകര്യം, ആ സാധ്യത നിങ്ങൾ ഉപയോഗിച്ചില്ല? എവിടെയെങ്കിലും നിങ്ങളുടെ അടവ് പാളിയോ? ഒരു സ്ഥലത്തും പ്രതിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ, പ്രതിപക്ഷം ആഗ്രഹിച്ച രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സഭയിൽ നടന്നത്. കാരണം ഒരു ഘട്ടത്തിലും ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് ഉത്തരം പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ട് പ്രീ പ്ലാൻഡായിട്ട് സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയത്. അതുകൊണ്ടാണ് 36 ദിവസം കേരളത്തിൻ്റെ പൊതുസമൂഹവും പ്രതിപക്ഷവും കേരളത്തിൻ്റെ പൊതുവീതികളിൽ പൊതുവഴികളിൽ ചോദിച്ച ചോദ്യം നിയമസഭയ്ക്കകത്ത് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കേരളത്തിൻ്റെ മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്ക് അടക്കം സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിലാണ് നക്ഷത്ര ചിഹ്നം ഇട്ട് കൊടുക്കുന്ന ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളാക്കി മാറ്റുകയും
അതിനെ തുടർന്ന് സഭ സമ്മേളിക്കുമ്പോൾ തന്നെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുള്ള സാഹചര്യം സൃഷ്ടിച്ചതും. ഇവിടെ സഭയിൽ ചോദ്യോത്തരവേള ഈ സഭയിലെ അംഗങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ അവരുടെ പ്രിവിലേജിൻ്റെ ഭാഗമാണ് അത്തരം ചോദ്യോത്തരവേളകൾ ഉണ്ടാകേണ്ടതും ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം കിട്ടേണ്ടതും ആ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ കൃത്യമായിട്ട് ഉത്തരം നൽകേണ്ടതും. ആ സാഹചര്യം ഒഴിവാക്കിയത് പ്രതിപക്ഷമാണ്, ഭരണപക്ഷമാണ്. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് സ്പീക്കറാണ്. സ്പീക്കർ മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള നടപടികൾ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്പീക്കറുടെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് മോശം പരാമർശം വരികയും അതിനെ തുടർന്ന് പ്രതിപക്ഷം പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് മുഖ്യമന്ത്രിയും അതുപോലെ പാർലമെന്ററി കാര്യ മന്ത്രിയും ഒക്കെ നടത്തുന്ന സംസാരം, അവരുടെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിൽക്കുകയും പ്രതിപക്ഷത്തിൻ്റെ പരാമർശം, പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം പരാമർശം സഭാരേഖകളിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം പ്രസംഗങ്ങളും അല്ലെങ്കിൽ ദൃശ്യങ്ങളും സഭാ ടിവികളിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് മറ്റൊരു സാഹചര്യമായിട്ട് നമ്മൾ കൂട്ടിക്കെട്ടി വായിക്കേണ്ടതാണ്. കാരണം ഇന്ത്യൻ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ഓം ബിർള എന്ന് പറഞ്ഞ സ്പീക്കർ ചെയ്യുന്ന അതേ നടപടിക്രമങ്ങൾ, അതേ രീതികൾ, അതേ വ്യത്യാസമുണ്ട്. അവിടെ ഈ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമേ പ്രധാനമന്ത്രി വായ തുറന്നിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങളൊരു അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ അത് അംഗീകരിക്കാം എന്ന നിലപാട് മുഖ്യമന്ത്രി എടുക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. നിങ്ങൾക്കെതിരെയുള്ള സ്പീക്കറുടെ പരാമർശം, നിങ്ങൾക്ക് ഈ പറയുന്ന നക്ഷത്രമിടാതെ നിങ്ങളുടെ ചോദ്യങ്ങൾ വെട്ടിനിരത്തിയ അദ്ദേഹത്തിന്റെ നടപടി, ഈ സഭാ ടിവിയുടെ ഏകപക്ഷീയ പ്രവർത്തനം, ഇതൊന്നും ശരിയല്ല. പക്ഷേ ഇതിലെല്ലാം അവരെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അവസരം വിനിയോഗിക്കാതിരിക്കുന്നതിന് ഇതൊക്കെ എങ്ങനെയാണ് ന്യായമാവുക? അപ്പോൾ വേണു തന്നെ ഇപ്പോൾ പാരഫ്രൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ഘട്ടങ്ങളെല്ലാം ചോദ്യങ്ങളുടെ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കുന്നത്, മന്ത്രിമാർ നേരിട്ട് മറുപടി പറയുന്ന സാഹചര്യം ഒഴിവാക്കുന്നത്, സ്പീക്കർ അടക്കം ഭരണപക്ഷത്തിന് അനുകൂലമായിട്ട് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നത്, അതായത് നിഷ്പക്ഷത പാലിക്കാതെ ഭരണപക്ഷത്തിൻ്റെ ഒരു MLAക്ക് തുല്യമായിട്ട് നിന്ന് നിലപാടെടുക്കുന്നത്, ഇതെല്ലാം നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കേണ്ടത് കൂടി പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതാരാണ്? സഭ സമ്മേളിക്കുന്നതിന് മുമ്പ് സഭയിൽ അലമ്പുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഭരണപക്ഷമാണ്. അതിനെ ചോദ്യം ചെയ്യുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം ഭാഗമാണ്. ആ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ ഒന്നും ഇല്ലാതാകുന്നില്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ 10-36 ദിവസം പൊതുവഴിയിൽ, പൊതുനിരത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾ നിയമസഭയ്ക്കകത്ത് ചോദിക്കാൻ പ്രതിപക്ഷ നേതാവിനോ ഏതെങ്കിലും MLAമാർക്കോ ഭയമുണ്ടെന്നോ വേണുവിനോ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലോ. പുറത്ത് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ നിയമസഭയുടെ അകത്ത് ചോദിച്ചിട്ടുണ്ട് മുൻപും, ഇനിയും ചോദിക്കാൻ ധൈര്യമുള്ളതാണ് പ്രതിപക്ഷത്തിന്. ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ എന്തിനാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമില്ലാത്തതാക്കി മാറ്റുന്നത്? എന്തുകൊണ്ടാണ്? അതിന് മറുപടി പറയണ്ടേ മുഖ്യമന്ത്രി? ഉത്തരം പറഞ്ഞാലും ശ്രീ കെ അനിൽകുമാർ, ഇപ്പൊ ഈ സഭയുടെ നടപടിക്രമങ്ങളിൽ ഒന്നാണ് ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുക. പക്ഷെ ചോദ്യോത്തര വേള മുതൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളുണ്ട്. അവിടെ മുതൽ അത് ഹനിക്കപ്പെടുന്നുവെങ്കിൽ ആ കാര്യത്തിനകത്തുള്ള കൃത്യമായ വിമർശനം അവർ മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയാണ് ഒളിച്ചോട്ടമാവുക? ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൽ അവർ ഉന്നയിച്ചത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. ആ കണക്ക് പറയുമ്പോൾ MK മുനീറിന് അതിൻ്റെ തിരിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗിന് അതിൻ്റെ തിരിക്കാൻ പറ്റുമോ? UDFിൽ എത്ര പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റും? ഇവർ ഇപ്പോൾ ഇവിടെ പറയുന്നതും ബഹുമാനപ്പെട്ട വേണു പറഞ്ഞതും ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന ആയുധങ്ങൾ ധാരാളമുണ്ട്. അയ്യോ, അത് പാഴായിപ്പോയി. ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായിട്ട് പറയുന്നു, 8.25 കൊല്ലം ഭരിക്കുന്ന ഈ കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന ഒരായുധവും സതീശൻ്റെ കയ്യിലില്ല, RSSൻ്റെ കയ്യിലില്ല, മോദിയുടെ കയ്യിലില്ല, ഈ രാജ്യത്തെ ഒരാളുടെ കയ്യിലുമില്ല. അങ്ങനെ ഏതെങ്കിലും ആയുധം ആരുടെ കൈവശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ 8.25 കൊല്ലം ഞങ്ങളുടെ കൂടെ MLA ആയിരുന്ന ഒരാൾ യുദ്ധത്തിന് വന്നപ്പോൾ അയാളെ ചേർത്ത് പിടിക്കുമായിരുന്നു. ചേർത്ത് പിടിക്കുകയല്ല, യുദ്ധമാണ് നയം എന്ന് തീരുമാനിച്ചത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ സംരക്ഷണമല്ല LDFിൻ്റെ നയം, നിയമപരമായ വാഴ്ച ഉറപ്പുവരുത്തലാണ് LDF നയം എന്ന് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് മടിയിൽ കനമില്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത്, സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ 2020 ജൂലൈ 5 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു ടെലിഫോൺ കോളിലൂടെ നയതന്ത്ര ചാനലിലെ സ്വർണ്ണ കള്ളക്കടത്ത് ബാഗ് വിട്ടുകിട്ടാൻ ആരോ വിളിച്ചു എന്ന് സുരേന്ദ്രൻ പറഞ്ഞ നുണ, ആ നുണ ഏറ്റെടുത്ത ചെന്നിത്തല മുതൽ ഇപ്പോൾ വരെ കേരളത്തിലെ പ്രതിപക്ഷവും ഇവിടുത്തെ വലതുപക്ഷമാകെയും ജമാഅത്തെ ഇസ്ലാമിയും RSSും എല്ലാ സംഘവും ചേർന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന നുണയുണ്ടല്ലോ, ആ നുണ തലകീഴായി മറിഞ്ഞു.
സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ദുരാരോപണം പിണറായി ഗവൺമെന്റിനെതിരെ വെക്കുമ്പോൾ ഖുറാന്റെ മറവിൽ കടത്തിയപ്പോൾ മലപ്പുറത്ത് ശ്രീ അനിൽകുമാർ, ആർക്കും വികാരം അത്തരം വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഈ ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പോകാം. ഇവിടെ ഇപ്പൊ ഇന്നത്തെ നിയമസഭയിലെ വിഷയങ്ങളാണ് ചർച്ചാ വിഷയം. ഒറ്റ കാര്യം, അങ്ങ് ഉദാഹരിച്ചത് PV അൻവറിനെയാണ്. യുദ്ധം തന്നെ നിങ്ങൾ പ്രഖ്യാപിച്ചു, അനുനയത്തിനില്ല, കാരണം നിങ്ങൾക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. ശരി, അൻവർ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി കൊടുക്കുന്നു. ആ കത്തിന്റെ ഉള്ളടക്കമടക്കം പുറത്തു വരാതിരിക്കുന്നു. പക്ഷെ അതിന്റെ മേൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അങ്ങനെ അത്രയും സുതാര്യത നിങ്ങൾക്കുണ്ട് എങ്കിൽ 49 നക്ഷത്രമിട്ട ചിഹ്നങ്ങളെ അത് ശിരച്ഛേദം ചെയ്യേണ്ടത് എന്തടിസ്ഥാനത്തിൽ? അതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇപ്പൊ മുനീറിന് ഭയമുണ്ടെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഭീരുത്വം എന്താണ്? അല്ല, 40 ചോദ്യങ്ങൾ അനുവദിച്ചാൽ 7 ചോദ്യം പ്രതിപക്ഷത്തിൻ്റെതാണ്. മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഒന്നാമതായി ഇവർ ഉന്നയിച്ച പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. അതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവിന് ഏത് ചോദ്യവും ചോദിക്കാം. ഇനി ഇവർ അവകാശം കിട്ടിയില്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങളും ഒരു വസ്തുതയില്ലെങ്കിൽ പോലും ദുരാരോപണമായി ഉന്നയിക്കാൻ പറ്റുന്ന ഒരു അവസരമല്ലേ അടിയന്തര പ്രമേയം? അടിയന്തര പ്രമേയത്തിന് അനന്ത സാധ്യതകളല്ല നിങ്ങൾ പ്രതിപക്ഷത്തെ പഠിപ്പിക്കേണ്ടത്. ഈ സഭ അനുവദിച്ചിരിക്കുന്ന അവകാശം ഹനിക്കപ്പെടുന്നു എന്ന അവരുടെ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. യെസ്, കൃത്യ മറുപടി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ MP രാജേഷ് വരെയാണ് ഇന്ന് നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ ബഹിഷ്കരണം നടത്തി പുറത്തുപോയ പ്രതിപക്ഷം ചോദ്യോത്തരവേള നടക്കുമ്പോൾ തന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്ന പ്രതിപക്ഷത്തെ MP രാജേഷ് സ്വാഗതം ചെയ്തു. സ്വാഗതം ചെയ്യുക മാത്രമല്ല, പുഞ്ചിരിയോടുകൂടി പ്രതിപക്ഷ നേതാക്കളുമായി ഭരണകക്ഷി അംഗങ്ങൾ സംസാരിച്ചു, അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റുകൾ പറഞ്ഞു. ഇതിനുശേഷം ചോദ്യോത്തരങ്ങളിൽ പ്രതിപക്ഷം MP രാജേഷിൻ്റെ അവസാന ചോദ്യ മറുപടിയിൽ അവർ ശാന്തരായി കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആർക്കും തർക്കമുണ്ടായില്ല. ചോദ്യോത്തരവേള കഴിഞ്ഞു. റൂൾ 50യുടെ ഘട്ടം വന്നു. റൂൾ 50 ഘട്ടം വന്നപ്പോൾ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ആവശ്യമുള്ള കടലാസുകളുമായി അടിയന്തര പ്രമേയത്തിന് പ്രസംഗം അവതരിപ്പിക്കാൻ കടലാസുമായി അദ്ദേഹം തയ്യാർ. ആ സന്ദർഭത്തിൽ എന്തു സംഭവിച്ചു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എണീറ്റിട്ട് പറഞ്ഞു, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ഏത് കാര്യവും, ഇനി ഹിന്ദു ദിനപത്രത്തിൻ്റെ അഭിമുഖമാണെങ്കിൽ ആ കാര്യവും, നിങ്ങൾ ഈ പറയുന്ന ഏത് കാര്യവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാർ. 3 മണിക്കൂർ ചർച്ച, 12 മണിക്ക് നമുക്ക് ചർച്ച തുടങ്ങാം. ഈ ചോദ്യോത്തരവേള തീരുന്നത് ഏതാണ്ട് നമുക്കറിയാമല്ലോ, 9 to 10, 10:15 തീരുമാനിക്കും, 10 മണിക്ക് തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പൂർത്തിയാക്കിയിട്ട് 12 മണിക്ക് നമുക്ക് തുടങ്ങാൻ പരിപാടി. അത് പ്രതിപക്ഷ നേതാവിന് എത്ര നേരം വേണം പ്രസംഗിക്കാം, മറ്റ് എല്ലാ ഘടകകക്ഷി നേതാക്കന്മാർക്കും പ്രസംഗിക്കാം, അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നവർക്ക് പ്രസംഗിക്കാം, ഭരണകക്ഷിക്ക് മറുപടി പറയാം. മുഖ്യമന്ത്രി അങ്ങനെ വരച്ച വരെ നിർത്തി വരിഞ്ഞ് മുറുക്കാം, ആരോപണ ശരങ്ങൾ കൊണ്ട് അങ്ങ് വലിക്കാം. പക്ഷേ അന്നേരം എന്ത് സംഭവിച്ചു? കോലാഹലം ഉണ്ടാക്കിയിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഴൽനാടൻ ഒരടി മുമ്പിൽ. നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ മനസ്സിലാക്കണ്ടേ, ഫുട്ബോൾ കളിക്കുമ്പോൾ പന്തില്ലാത്തയാൾ നമ്മുടെ എതിർഭാഗം കോർട്ടിൽ ഗോളി പോസ്റ്റിന് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫൗളാണ്, അപ്പം തന്നെ ഓഫ് സൈഡ് വിളിക്കും. സ്പീക്കർ ഓഫ് സൈഡ് വിളിച്ചു. കുഴൽനാടനോട് ചോദിച്ചു, ആരാ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്? അതിൻ്റെ അർത്ഥം എന്താണ്? VD സതീശൻ ബാക്കിയുള്ള പ്രതിപക്ഷ MLA-മാരോട് ഇരിക്കാൻ പറഞ്ഞു. അവർ ശാന്തരായി പോയിരുന്നു. കുഴൽനാടന് മാത്രം അത് ബാധകമല്ല. കുഴൽനാടന് മാത്രം എന്തേ ബാധകമല്ലാത്തത്? ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് സതീശനോടുള്ള ചോദ്യമല്ല, അത് കുഴൽനാടനുള്ള ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാനാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ സഹായിച്ച് കുഴൽനാടനെ പിന്നോക്കം വായിക്കുന്നതിന് സ്പീക്കർ ഒരു വാചകം പറഞ്ഞപ്പോൾ ആ സ്പീക്കർക്കെതിരെ അങ്ങ് എന്ന് പറയുന്ന നാവ് കൊണ്ട് നിങ്ങൾ എന്ന് തുടങ്ങി എന്തെല്ലാം ക്ഷുദ്ര വാച്ചാൻവാടിനെ വിളിച്ച് പ്രതിപക്ഷ നേതാവിന് വേണ്ടി രാജ്യരക്ഷാ പ്രവർത്തനം നടത്താനുള്ള ഈ സ്പീക്കറുടെ അത്യുത്സാഹം മനസ്സിലാകും. കണ്ണൂരിൽ നിന്നാണല്ലോ വരുന്നത്, കല്യാശ്ശേരി കടന്നാണല്ലോ വരുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ അൻവർ ഒരു ആരോപണം മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അതേ കാര്യങ്ങൾ പ്രതിപക്ഷം സഭയിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളാക്കി ചോദിക്കുമ്പോൾ അത് വെട്ടിനിരത്തുന്നു. ഇതെന്ത് നീതിയാണ്? ഇനി അടുത്തതായി,
ഈ നക്ഷത്രമിടാത്ത പട്ടികയിലേക്ക് പെടുത്തുന്നതിനായി സ്പീക്കർ പറയുന്ന ന്യായീകരണമെന്ന് പറയുന്നത് തദ്ദേശീയമാണ്, അടിയന്തര പ്രാധാന്യമില്ലാത്തതാണ്. അതേ കാര്യത്തിൽ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി അനുമതി നൽകാൻ തയ്യാറാകുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരുടെ മനോഗതിക്കനുസരിച്ച്, ഭരണത്തിലിരിക്കുന്നവരുടെ അല്ലെങ്കിൽ സ്പീക്കറുടെ മനോഗതിക്കനുസരിച്ച് വേണം ഓരോ അവസരങ്ങൾ കിട്ടാൻ പ്രതിപക്ഷത്തിന് എന്നതിനാണോ ഈ നിയമസഭ? അല്ല വേണു, നിയമസഭയ്ക്ക് കൃത്യമായ ചട്ടങ്ങളും രീതികളും അതിൻ്റെ കീഴ്വഴക്കങ്ങളും ഉണ്ടല്ലോ. അതിലാദ്യത്തെ നിയമസഭയുടെ തുടക്കത്തിൽ ചോദ്യോത്തരം യഥാർത്ഥത്തിൽ അടിയന്തര പ്രമേയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു MLA-യുടെ 140 MLA-മാരാണ് കേരളത്തിലുള്ളതെങ്കിൽ ഒരു MLA എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2 ലക്ഷം 2.5 ലക്ഷം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. അത് ചോദ്യം പ്രാദേശികമാവാം, ചോദ്യം ദേശീയമാവാം, അന്തർദേശീയമാവാം. ആ ചോദ്യം വെട്ടിനിരത്തുന്നതിന് സ്പീക്കർക്ക് ഒരു ന്യായീകരണവുമില്ല. അങ്ങനെ വെട്ടിനിരത്തിയെങ്കിൽ അത് ഏകാധിപത്യപരമായ നടപടിയാണ്. സ്പീക്കർക്ക് അധികാരമുണ്ടെന്ന് പറയാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ടായിരുന്നു. പക്ഷേ ഞാനും അനിൽകുമാറും അടിയന്തരാവസ്ഥയെ അംഗീകരിക്കുന്നവരല്ല. ഇന്ദിരാഗാന്ധിക്ക് നിയമപരമായ അവകാശമുണ്ട്. പക്ഷെ ആ നിയമപരമായ അവകാശം തെറ്റായി ഉപയോഗിച്ചു. ഇവിടെ സ്പീക്കർ തെറ്റായി ഉപയോഗിച്ചു എന്നത് ഒരു പ്രധാന കാര്യമാണ്. കാരണം ചോദ്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നിലനിൽക്കുന്ന ചോദ്യങ്ങൾ, ഞാനും ചില ചോദ്യങ്ങൾ നമ്മുടെ എം എൽ എമാർക്ക് എഴുതി കൊടുക്കാറുണ്ട്. അത് ഭരണകക്ഷിൻ്റെ സുഹൃത്തുക്കളും കൊടുക്കാറുണ്ട്, പ്രതിപക്ഷത്തിനും കൊടുക്കാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഒരു പൊതുപ്രവർത്തകൻ, ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്കുള്ള ചോദ്യങ്ങൾ ഞാൻ ചിലപ്പോൾ കൊടുക്കും. അപ്പം ഞാനത് പ്രതീക്ഷിക്കുന്നത് ആ ചോദ്യം വരുമെന്നാണ്. അതൊരു ജനത്തിൻ്റെ, കാരണം എനിക്കുള്ള MLA ആളുകളെ ഉണ്ടാവുള്ളൂ, അവർക്ക് ഞാൻ കൊടുക്കും. അതിന് അസംബ്ലിയിൽ മറുപടി കിട്ടിയില്ല എങ്കിൽ, ഇപ്പോൾ ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ കാണുന്ന ഒരു കാര്യം, ഞാൻ പല ചോദ്യങ്ങൾ പല MLA-മാർക്ക് കൊടുത്തിട്ട് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. സാധാരണ ഇപ്പോൾ നക്ഷത്രം ഇട്ടതാണെങ്കിൽ അവിടെ കൊടുക്കും, അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന മറുപടിയെങ്കിലുമുണ്ട്. ഈ നിയമസഭയിൽ, ഇത് കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ പറയുന്നു, എത്രയധികം ചോദ്യങ്ങൾ, അത് ഭരണപക്ഷത്തിൻ്റെ ഉണ്ടോ പ്രതിപക്ഷത്തിൻ്റെ ഉണ്ടോ എന്നറിയില്ല, ഇനിയും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ വേണുവിന് ഏതെങ്കിലും MLA വെച്ച് വെരിഫൈ ചെയ്യാം, എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല എങ്കിൽ അതിൽ പ്രശ്നമുണ്ട്. ഇപ്പം അൻവർ ഉന്നയിച്ച ചോദ്യമോ, അൻവർ MLA ആണെന്നുള്ളത് വിടൂ, ഒരാൾ ഉന്നയിച്ച ചോദ്യം, കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിലുള്ള ചോദ്യം, ഇപ്പോൾ കേരളത്തിലെ അന്വേഷണ റിപ്പോർട്ടുകൾ, ഇപ്പോൾ പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ, കലങ്ങിയോ എന്തായാലും അന്വേഷണ റിപ്പോർട്ട് അറിയാൻ ഒരു പൗരനെങ്ങനെയാണ് അറിയുക? പൗരൻ അറിയുന്നത് MLA-ക്ക് മറുപടി കൊടുക്കുമ്പോഴാണ്. ആ മറുപടി നമ്മുടെ നിയമസഭയുടെ വെബ്സൈറ്റിൽ ഞാൻ മിക്കവാറും അനിൽകുമാർ പറഞ്ഞു കേട്ടില്ല, ഇതൊക്കെ ചോദിക്കാനുള്ള അവസരമായ അടിയന്തര പ്രമേയ അവതരണാനുമതി കിട്ടിയല്ലോ എന്നാണ്. അവിടെയാണ് പോയിന്റ്. അടിയന്തര പ്രമേയത്തിൽ ഒരു പ്രശ്നമുള്ളത് അതിൽ മറുപടി പറയാതെ വിടാം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന ആളോ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം, ആ മറുപടി പറയാതിരിക്കാം. ആ മറുപടി അവിടെ റിട്ടണും അല്ല. അങ്ങനെ നമുക്ക് കൃത്യമായി മറുപടി എന്ന് പറയാൻ പറ്റില്ല. അടിയന്തര പ്രമേയം ഒരു വിഷയത്തിലാണ്, ആ വിഷയവുമായി ബന്ധപ്പെട്ടത് ചോദ്യങ്ങൾ ചോദിച്ചാലും എത്ര അടിയന്തര പ്രമേയങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്? എത്ര അടിയന്തര പ്രമേയത്തിൽ പറയുന്ന മറുപടി ഔദ്യോഗികമായിട്ടുണ്ട്? ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോ അവസാനം കൊടുക്കുന്ന മറുപടി മാത്രമാണ് അതിൽ ഔദ്യോഗികമായ മറുപടി. അല്ലാത്തതൊക്കെ വാഗ്വാദങ്ങളാണ്. നമ്മൾ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ച കേട്ടിട്ടുണ്ട്. അതിൽ വിശദമായി അവിടെയാണ് ചോദ്യോത്തരവും അടിയന്തര പ്രമേയവും സബ്മിഷനും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമസഭയിൽ ഓരോന്നിനും അതിൻ്റേതായ പ്രയോറിറ്റീസ് ഉണ്ട്. ഇനി പ്രതിപക്ഷം എന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നിന്നില്ല എന്ന ചോദ്യത്തിന് അതിന് മറുപടി പറയേണ്ടത് പ്രതിപക്ഷമാണ്. അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല. അവർക്ക് ഇതിനേക്കാൾ നന്നായി ഉപയോഗിക്കാമായിരുന്നോ, ഇതായിരുന്നു അവർ ചെയ്യേണ്ടത്. അതിന് കുഴൽനാടന്റെ ഒരു പ്രതികരണമുണ്ട് ശ്രീ സി ആർ നീലകണ്ഠൻ. കുഴൽനാടന്റെ ഒരു പ്രതികരണമുണ്ട് ശ്രീ സി ആർ നീലകണ്ഠൻ. ഇപ്പോൾ കുഴൽനാടന്റെ തല എടുത്ത് കളയുമെന്ന മട്ടിലാണല്ലോ ഇപ്പോൾ CPM-ന്റെ നിയമസഭാ കക്ഷിയൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഴൽനാടൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് അടിയന്തര പ്രമേയത്തിനൊരു അവസരം കിട്ടി എന്ന് ഓർത്തുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തും പറഞ്ഞു കളയാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും തോന്നുന്ന പോലെ ആക്ഷേപിച്ച് കളയാം എന്നാണോ? അങ്ങനെയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ അവകാശം ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് തന്നെ വാങ്ങിക്കും. ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്ക് വൈകാരികമായ തലമുണ്ട് ഈ വിഷയങ്ങളിൽ. അപ്പോൾ
ഈ ചോദ്യോത്തരത്തിലെല്ലാം നിങ്ങൾ എന്ത് പഴി കേട്ടാലും നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങൾക്കെതിരെ അധിക്ഷേപ പരാമർശമുണ്ടായാൽ അത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ രേഖകളിൽ ഉണ്ടാകില്ല, നിങ്ങളെപ്പറ്റി പറയുന്നത് രേഖകളിൽ ഉണ്ടാകും, നിങ്ങളുടെ പ്രതിഷേധം സഭാ ടി വിയിൽ ഉണ്ടാകില്ല, നിങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം സഭാ ടി വിയിൽ ഉണ്ടാകും, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നക്ഷത്രം ഉണ്ടാകില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും വിശാല മനസ്സോടുകൂടി ആശാനങ്ങ് അനുവദിച്ചാൽ ഒരു അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ചയ്ക്കുള്ള അവസരമാകും. ഇങ്ങനെ ഇരന്നു വാങ്ങേണ്ടതല്ല നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അവകാശം എന്ന് കൃത്യമായ വാദമല്ലേ ഇവിടെ കുഴൽനാടൻ പറയുന്നത്? ഒന്നിൽ നിന്നും ഭിന്നമാക്കിക്കൊണ്ടുകൊണ്ട് ചോദ്യോത്തരവേള എങ്ങനെ വേണമെങ്കിൽ പൊക്കോട്ടെ, അടിയന്തര പ്രമേയത്തിന്റെ അവസരം ഉപയോഗിക്കൂ എന്ന് അന്ത്യശാസനം കൊടുക്കാൻ ഇവരാര്? അല്ല, അവിടെ വേണു, അത് തന്നെയാണ് പ്രശ്നം. ഭരണകക്ഷിയുടെ ഔദാര്യമല്ല പ്രതിപക്ഷത്തിന്റെ അവകാശം. ഇത് രണ്ടും രണ്ടാണ്. ഭരണകക്ഷിക്ക് അപ്പോൾ ഇന്ന് അടിയന്തര പ്രമേയം കൊടുത്തു, അടിയന്തര പ്രമേയം ഞങ്ങൾ അനുവദിക്കുന്നില്ല, അതങ്ങനെ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അടിയന്തര പ്രമേയം അത് പറയാൻ തന്നെ അവസരം കൊടുക്കാതിരുന്നിട്ടുണ്ട്. ഈ നിയമസഭയ്ക്കകത്ത് തന്നെ അത് അവതരിപ്പിച്ച് അവസാനം അത് അംഗീകരിക്കാതിരിക്കുകയും ഇറങ്ങിപ്പോവും മറുപടി കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സംസാരിക്കാൻ പോലും അവസരം കൊടുത്തിട്ടില്ല. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതിക്ക് വേണ്ടിയുള്ള അപേക്ഷ പോലും തള്ളിക്കളഞ്ഞ സഭയാണിത്. പ്രശ്നം അതാണ്. അതായത് അവകാശം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഔദാര്യമല്ല, സ്പീക്കറുടെ ഔദാര്യമല്ല. ഇപ്പൊ സ്പീക്കർ ഇന്ന് ആരാണ്? അനിൽകുമാറിന്റെ വിശദീകരണം കുഴൽനാടനോടാണ് ചോദിച്ചത് എന്നാണ്. ആയിക്കോട്ടെ, ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ഒരു സ്പീക്കർ എവിടെയെങ്കിലും ചോദിക്കാമോ? കാരണം അദ്ദേഹത്തിന് അറിയാലോ ആരാ പ്രതിപക്ഷ നേതാവ് എന്ന്. ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് സഭ ഓർഡറിലാക്കേണ്ട പ്രഥമമായ ഉത്തരവാദിത്തം ആർക്കാണ്? സ്പീക്കർക്കാണ്. അല്ലാതെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിക്കലല്ല. ആ കാര്യത്തിൽ സ്പീക്കറിന് എന്തെങ്കിലും ഒരു കഴിവുകേടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ഇവിടെ മുഖ്യമന്ത്രി ആദ്യ ഭാഗം CR കേട്ടല്ലോ. മുഖ്യമന്ത്രി പറയുന്നു അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ സ്പീക്കർ എന്താ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന്. ആ നിസ്സഹായതയുടെ പേരാണ് AN ഷംസീർ എങ്കിൽ AN ഷംസീറിന്റെ നിസ്സഹായത പല രൂപത്തിൽ പ്രകടമാണ്. അത് ചോദ്യം ചെയ്യുകയാണെന്ന് പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത് എന്നതുകൂടി അദ്ദേഹം മൗനത്തോടെ സമ്മതിക്കേണ്ടി വരില്ലേ CR? തീർച്ചയായിട്ടും. അല്ല, അത് തന്നെയാണ്. സ്പീക്കർ നേരത്തെ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്. പാർലമെന്റിൽ മോഡിക്ക് വേണ്ടി ഓം ബിർള ചെയ്യുന്ന പണി ഇവിടെ ഷംസീർ ചെയ്യുകയാണ്. ഷംസീർ നമ്മൾ ഓർക്കണം, ഒരു ഘട്ടത്തിൽ ഷംസീർ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി MP രാജേഷ് അല്ലെങ്കിൽ വേറെ ആളുകൾ അദ്ദേഹത്തിനെതിരെ ചാടി വീണിട്ടുണ്ട്. പ്രതിപക്ഷത്തിനുള്ള അവകാശം അംഗീകരിച്ചതിന് അദ്ദേഹം വലിയ വിമർശനം കേട്ടിട്ടുണ്ട് ഭരണപക്ഷത്തു നിന്ന്. പ്രതിപക്ഷത്തിന്റെ അവകാശം അംഗീകരിച്ചതിന് ഇവിടെ ഒരു കാര്യം ആലോചിക്കൂ. അത്തരം മുന്നറിയിപ്പുകൾ MP രാജേഷ് മാത്രമല്ല നൽകിയിട്ടുള്ളത്, അത്തരം മുന്നറിയിപ്പുകൾ മുഖ്യമന്ത്രിയും നൽകിയിട്ടുണ്ട്. അത് മുൻപ് MP രാജേഷിനും കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ AN ഷംസീറിനും കിട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷം പേടിച്ചോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞത് കേട്ടില്ലേ? യഥാർത്ഥത്തിൽ കുഴൽനാടനെ ശാസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കുകയാണ് AN ഷംസീർ ചെയ്തത് എന്ന് ഒന്ന്. രണ്ടാമത്തെ കാര്യം ശ്രീ അനിൽകുമാർ പറഞ്ഞത് എങ്ങനെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ മുനീറിന് സഭയിൽ ഇരിക്കാൻ കഴിയുക? പിന്നെ അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ ശ്രീ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയത് ഈ സുരേന്ദ്രന്റെ ഒരു വിദണ്ഡവാദം ഏറ്റെടുത്താണ് ചെന്നിത്തലയും ഒന്നടങ്കം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ ദുരാരോപണങ്ങൾ പിണറായിക്ക് നേരെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെയും ഉന്നയിച്ചത്. അങ്ങയുടെ മറുപടി? വേണു, അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിൻ്റെ ഒരു ക്രോണോളജി പറയാതെ പറഞ്ഞാൽ ശരിയാകില്ല. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കി മന്ത്രിമാർ നേരിട്ട് മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവാക്കിയ സ്പീക്കർക്കെതിരെ പ്രതിഷേധിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ പ്രതിഷേധം നടക്കുമ്പോഴാണ് മാത്യു കുഴൽനാടനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ MLA മാർ സ്പീക്കർക്കെതിരെ പ്രതിഷേധിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന്. സഭ നയിക്കുന്ന സ്പീക്കർ AN ഷംസീറിന് ആരാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് അറിയില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകേണ്ടതാണ്. അതിന് പകരം അദ്ദേഹം അങ്ങനെ ചോദിച്ചത് തികച്ചും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പൊതുസമൂഹം വിചാരിക്കണമല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു, ബഹളം നടക്കുന്നു, വാഗ്വാദങ്ങൾ നടക്കുന്നു. അതിനിടയിൽ സർക്കാർ അവരുടെ ശ്രദ്ധ ക്ഷണിക്കൽ നടത്തുന്നുണ്ടല്ലോ, സബ്മിഷൻ നടത്തുന്നുണ്ടല്ലോ, ബില്ലുകൾ വായിച്ചു പാസ്സാക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ തയ്യാർ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. തൊട്ടടുത്ത നിമിഷം സ്പീക്കർ പറയുന്നു സഭ ഇന്നത്തേക്ക് പിരിയുന്നു എന്ന്. അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ്
എന്തിനാ സ്പീക്കർ സഭ പിരിച്ചുവിടുന്നത്? അടിയന്തര പ്രമേയം നടത്തണ്ടേ? അത് നടത്താതെ ഇത് പിരിച്ചുവിട്ടിട്ട് പറയാ പ്രതിപക്ഷം ഓടി ഒളിച്ചെന്ന്. അനിൽകുമാർ പറഞ്ഞ വാചകം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത്, ഭരണപക്ഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ആയുധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തില്ല എന്ന്. ഞങ്ങളുടെ കയ്യിലുണ്ടോ അനിൽകുമാറെ? മറുപടി ഉണ്ടോ? തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ റിപ്പോർട്ട്, അതിൽ ADGP MR അജിത് കുമാറിന്റെ റോൾ എന്തായിരുന്നു? കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ്? അത് എവിടെയാണ് ഉണ്ടാക്കിയത്? എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അതാ ഇല്ല യഥാർത്ഥ പ്രതികളെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയുടെ ആ പരാമർശത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഉത്തരമുണ്ടോ? ഹിന്ദു പത്രം വ്യാജ വാർത്ത കൊടുത്തു എന്ന് പറയുന്നു. ആ പത്രത്തിനെതിരെ നിങ്ങൾക്ക് കേസുണ്ടോ? അങ്ങനെ ഒരു PR ഏജൻസി ഉണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസുകളിലൊക്കെ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഹഹഹായും ഹിഹിഹിയും അല്ലാതെ എനക്കറിയില്ല എന്നുള്ള പതിവ് പല്ലവിയല്ലാതെ ഉത്തരമുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഉത്തരമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി മന്ത്രിമാർ നേരിട്ട് മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവാക്കിയത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, അനിൽകുമാർ അതിനോടനുബന്ധിച്ച് പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ അത്തരം സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചേർത്ത് നിർത്തിയേനെന്ന്. അങ്ങനെ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവിലാണോ ADGP MR അജിത് കുമാറിനെ ചേർത്ത് നിർത്തിയത്? കഴിഞ്ഞ 16 മാസക്കാലമായില്ലേ ADGP MR അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരെ കണ്ടതിന്റെ പിറ്റേന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? എന്നിട്ടും ചേർത്ത് നിർത്തിയത് ADGP MR അജിത് കുമാറിന്റെ കയ്യിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണോ? അതുകൊണ്ടാണ് നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ വെട്ടിനിർത്തുന്നത്. നിങ്ങൾ പറഞ്ഞ ലോക്കൽ ഇഷ്യൂസ് ആണെന്ന്. തൃശ്ശൂർ പൂരം കലക്കിയത് ലോക്കൽ ഇഷ്യൂ ആണോ? കേരളത്തിലെ ഒരു ജില്ല, മലപ്പുറം ജില്ലയെ തമസ്കരിക്കാൻ നോക്കുന്ന, മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കുന്നത് ലോക്കൽ ഇഷ്യൂ ആണോ? കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചത് ലോക്കൽ ഇഷ്യൂ ആണോ? നിങ്ങൾ ഇതിനൊക്കെ ലോക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ സ്പീക്കറെ കാണുന്നത് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിച്ചപ്പോൾ ഒത്താശ ചെയ്യുന്ന സ്പീക്കർ AM ഷംസീറിന്റെ അതേ നിലപാട് തന്നെയാണ് ഇന്ന് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിയമസഭയിൽ കാണിച്ചത്. ഞങ്ങൾ ജനപക്ഷമായിട്ടുള്ള പ്രതിപക്ഷമാണ്, അല്ലാതെ പിണറായി വിജയന്റെ പ്രതിപട്ടികയിൽപ്പെടുന്ന പിണറായി വിജയന്റെ പക്ഷത്തുള്ള പ്രതിപക്ഷമല്ല. ഞങ്ങൾ ജനപക്ഷമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഇനി ഒരു കാര്യം അനിൽകുമാറിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ BJPക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നു, BJPയുടെ കാര്യങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തത് എന്ന് പറയുന്നു. കാസർഗോഡ് സുന്ദരയ്ക്ക് ഇലക്ഷൻ സമയത്ത് പണം കൊടുത്തുകൊണ്ട് നോമിനേഷൻ പിൻവലിച്ച കേസിൽ ഈ പറഞ്ഞ സുരേന്ദ്രൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഒരുക്കി കൊടുത്ത് കേരളത്തിന്റെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പ്രോസിക്യൂഷൻ അല്ലേ? അതിന് കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ആ വിധി പറയുന്ന ദിവസം പോലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രോസിക്യൂഷൻ വക്കീൽ അവിടെ ഹാജരായിരുന്നോ? ഇല്ലല്ലോ. കൊടകര കുഴൽപ്പണ കേസ് നിങ്ങൾ എല്ലാ ചർച്ചയിലും പറയുമല്ലോ കുറ്റപത്രം കൊടുത്തെന്ന്. അതിൽ ആരാ? ഈ സുരേന്ദ്രനും മകനും സാക്ഷികളല്ലേ, പ്രതികളല്ലല്ലോ. അപ്പം നിങ്ങൾ എപ്പോഴും ഇത് പറയുന്നുണ്ട്. ഇനി കഴിഞ്ഞ ഗവൺമെന്റിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഇരുന്ന ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ കൈ തല്ലിയൊടിച്ച BJPക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൊഴി മാറ്റി പറഞ്ഞ കൂറുമാറിയ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ സംരക്ഷിക്കുന്നത് പിണറായി വിജയന്റെ പാർട്ടിയല്ലേ? അപ്പം നിങ്ങൾ BJPയുമായിട്ട് ഒത്തു കളിക്കുന്ന ആരാണെന്നൊക്കെ അറിയാം. ഈ BJPയെ ചേർത്ത് നിർത്തുന്ന എന്തിന്റെ പേരില്ല? നിങ്ങളെ പ്രതിപ്പട്ടികയിൽ ചേർക്കാൻ പറ്റുന്ന ആയുധങ്ങൾ BJPയുടെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിവിലാണോ? കരുവന്നൂരിലെ മാസപ്പടിയിലൊക്കെ വിഷയങ്ങൾ അറിയുന്നതുകൊണ്ടാണോ? ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എനക്കറിയില്ല. ലൈഫ് മിഷൻ കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കരൻ എന്ന് പറഞ്ഞ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ 100-ലധികം ദിവസം ജയിലിൽ കിടക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു എനക്കറിയില്ല. അങ്ങനെ ഓരോന്നും ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത് എന്താന്ന് ചോദിക്കുമ്പോൾ എനക്കറിയില്ല. PR ഏജൻസി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനക്കറിയില്ല. PR ഏജൻസി കൊടുത്ത വാർത്ത ഹിന്ദു പത്രത്തിൽ വരുന്നു. ഒരു സംസ്ഥാനത്തിന്, ഒരു ജില്ലയ്ക്ക് നാണക്കേടുണ്ടാകുന്ന കാര്യം ചോദിക്കുമ്പോൾ എനക്കറിയില്ല. അവസാനം ഒരു ഹഹായും നാണമില്ലേ? എന്നിട്ട് നിങ്ങൾ ഉത്തരം പറയുമെന്ന്. എവിടെയാണ് നിങ്ങൾ ഉത്തരം പറയുന്നത്? ഉത്തരം പറയാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് സ്പീക്കർ ഈ സംരക്ഷണ കവചമൊരുക്കിയത്. അതിന് നിങ്ങൾ റിയാസിനെ ഇറക്കിക്കൊണ്ട് ഭീരു എന്ന്, ഏറ്റവും വലിയ ഭീരു, കേരളം കണ്ട ഏറ്റവും വലിയ ഭീരു മുഹമ്മദ് റിയാസ, സ്വന്തം ഭാര്യയുടെ ജീവിത പങ്കാളിയുടെ മാസപ്പടി കേസ് വന്നപ്പോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ പാർട്ടി പറയുമെന്ന് ഓടി ഒളിച്ചല്ലേ? ആ ഭാര്യയുടെ വരുമാനത്തെ കുറിച്ച് ഇലക്ഷന്റെ അഫിഡവിറ്റിൽ കാണിക്കാൻ പറ്റാതെ ആ ഭീരുത്വമൊന്നും കേരളത്തിലെ മറ്റൊരു നേതാവും കാണിച്ചിട്ടില്ല. ഇവിടെ എക്സൈസ് വകുപ്പിൽ കയറി ഇടപെട്ടപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മിണ്ടാതെ പോയ റിയാസിനെ നമ്മൾ കണ്ടല്ലോ. ഫാരിസ് അബൂബക്കറിന്റെ ബിനാമിയായിട്ട് കച്ചവടം നടത്താൻ പോയിട്ട് മാനേജ്മെന്റ് കോട്ടയിൽ മരുമോൻ മന്ത്രിയായി വന്നിട്ട് ഈ ഭീരുക്കളുടെ അളവെടുക്കാൻ നടക്കുന്നതിന് മുമ്പ് ആ പാർട്ടിയിലെ ആർക്കെങ്കിലും ചങ്കൂറ്റത്തോടു കൂടി പിണറായി വിജയനെതിരെ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അതിനകത്ത് ആഭ്യന്തര ജനാധിപത്യം ഇല്ലാതായതിന്റെ പേരിൽ അൻവറിനെ പോലുള്ള MLA ഇപ്പോൾ കഴിഞ്ഞ 21-ാം തീയതി വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ടിരുന്ന അൻവറിനെ പോലുള്ള ആളുകൾ ഇന്ന് തെരുവിൽ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കുമ്പോൾ 10,000-കണക്കിന് മനുഷ്യർ അൻവറെ കേൾക്കാൻ വരുന്ന
വരുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തര ജനാധിപത്യം അസ്തമിച്ച പിണറായി വിജയന്റെ പാർട്ടി, പിണറായി വിജയൻ തുടങ്ങിയ പാർട്ടി പിണറായി വിജയനിൽ അസ്തമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ അകത്തെ ആളുകളാണ് അവിടെ പോയി കേൾക്കുന്നതെന്നുള്ള തിരിച്ചറിവ് റിയാസിനെ പോലുള്ള ആളുകൾക്കുണ്ടാവണം. ഇവിടെ അനിൽകുമാർ പറഞ്ഞത് എന്താ? MP രാജേഷ് എന്ന് പറഞ്ഞ പാർലമെന്ററി കാര്യ മന്ത്രി വളരെ വിനയത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി പ്രതിപക്ഷ നേതാക്കന്മാരെ സ്വീകരിച്ചിരുത്തിയെന്ന്. നാണമില്ല അനിൽകുമാറെ? കേരളത്തിലെ എല്ലാവരും കൈരളി ചാനലല്ല കാണുന്നത്. നിങ്ങൾ സഭാ TV-യിൽ നിന്ന് ദൃശ്യങ്ങൾ മാറ്റിയാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ടുള്ള തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർലമെന്റിനകത്ത് ഓം ബിർള നരേന്ദ്രമോദിക്ക് ചെയ്യുന്ന അതേ പണി തന്നെയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട് AM ഷംസീർ ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ചെയ്തത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ നിയമസഭയിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത്? അതിന് പുറത്തു പറയാമല്ലോ. ബാലരമയിലെ അമർ ചിത്രകഥ വായിക്കും പോലെ കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കുറെ വട്ടം ഹി എന്ന് പറയുന്നു. മായാവിയും കുട്ടൂസനും ഡാഗിനിയും ലുട്ടാപ്പിയും കളിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വരുന്നത്? ഉത്തരം പറയണമെന്നേ. ഉത്തരം പറയാൻ നിയമസഭ മാത്രം വേദിയാക്കണ്ട, പുറത്തും നിങ്ങൾക്ക് ഉത്തരം പറയാമല്ലോ. എന്തിനാണ് മലപ്പുറത്തെ കുറിച്ച് ഇത്രയും ആക്ഷേപകരമായ പരാമർശം നടത്തിയിട്ട് ആ ആക്ഷേപകരമായ പരാമർശം നടത്തിയ ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കാത്ത എന്തുകൊണ്ടാണ്? മറുപടി പറയട്ടെ ശ്രീ അനിൽകുമാർ. ഇവര് രണ്ടാളുകൾ പറഞ്ഞതിന് എനിക്ക് മറുപടി പറയാൻ സമയം തരണം. ഇവിടെ ഉന്നയിച്ച എല്ലാ വിഷയത്തിനും CPM-ന് മറുപടിയുണ്ട്. ആ മറുപടി ഇടയ്ക്കിടപെട്ട് തടസ്സപ്പെടുത്തുകയും വേണ്ട. ആ മറുപടി ഞങ്ങൾക്കില്ലാഞ്ഞിട്ടല്ല, മറുപടി ഉണ്ട്. അത് ഞാൻ പറയാൻ പോവാണ്. ഒന്ന്, അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് അവതരണത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സഭ ശാന്തമായിരിക്കുമ്പോഴാണ്. അല്ലാതെ ഓരോന്നോരോന്നായിട്ട് ഏറ്റവും അവസാനം കുഴൽനാടനും സംഘവും സ്റ്റേജിൽ കയറി കഴിഞ്ഞല്ല, സ്പീക്കറുടെ പുറകിൽ ചാടി കയറി കഴിഞ്ഞിട്ടല്ല. അതുകൊണ്ട് ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ പ്രകൃതി പറഞ്ഞ പച്ചക്കള്ളം, നുണ, ഞാൻ നുണയിൽ നിന്നും വിളിക്കത്തില്ല, പക്ഷെ പച്ചക്കള്ളം സതീശനെ അക്കാര്യത്തിൽ പരാജയപ്പെടുത്തി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ സഭാരേഖകൾ നോക്കൂ. ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്. അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റൂൾ 50 പ്രകാരമുള്ളതിന് അടിയന്തര പ്രമേയത്തിന് തയ്യാറായെന്ന് കൃത്യമായിട്ട് പറഞ്ഞത് സഭ ശാന്തമായിരിക്കുമ്പോഴാണ്. അതിനുശേഷമാണ് ബഹളം. അതുകൊണ്ട് ആ പറഞ്ഞത് കള്ളം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരെ കളവ് പറഞ്ഞ് അപമാനിക്കാൻ കുതന്ത്രം നടത്തുന്ന കോൺഗ്രസ്, ഇവിടെ റിയാസിൻ്റെ പേരുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയുടെ പേര് പെടുന്നല്ലോ, ഫാരിസ് അബൂബക്കർ. നിങ്ങൾക്ക് ഒരു തവണ കൂടെ പറയാൻ തൻ്റെ ഇടമുണ്ടോ? കേസിനെ നേരിടേണ്ടി വരും. ഫാരിസ് അബൂബക്കറിനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഏതാണ്ടൊരു സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് കുറേ പേർ ഇറങ്ങിത്തിരിച്ചത്. ഓർമ്മയുണ്ടാവുമല്ലോ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ ആരുടെയും ഒരു പകുതിയായിട്ടല്ല പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത്. അഭിമാന പുരസരം മലപ്പുറത്തെ കളക്ട്രേറ്റിന് മുന്നിൽ തല്ലുകൊള്ളുമ്പോൾ ഫാരിസ് അബൂബക്കർ അല്ല തല്ലിയത്, ഉമ്മൻചാണ്ടിയുടെ പോലീസാണ് സമരത്തിൽ ആ റിയാസിനെ. അതുകൊണ്ട് റിയാസിനെ സ്പോൺസർ ചെയ്ത് ഫാരിസ് അബൂബക്കർ അല്ല, ഉമ്മൻചാണ്ടി സർക്കാരും പോലീസുമാണ്. അവർക്കെതിരായി യുദ്ധത്തിൽ ചോര കിനിഞ്ഞ ഒരു ജീവിതാധ്യായമുള്ള മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഒരാളെ പീഡിപ്പിക്കുന്നതിനും ആക്രമിക്കുന്നതിനും അപമാനിക്കുന്നതിനും ഒരു മര്യാദ വേണം. അത് മര്യാദകേടായിപ്പോയി. അടുത്തത് ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാം. 7 അടിയന്തര പ്രമേയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഈ സമ്മേളന കാലത്ത് കഴിഞ്ഞു, ഈ നിയമസഭാ കാലത്ത് കഴിഞ്ഞു. അത് മോദിക്ക് പഠിക്കുന്ന പിണറായി വിജയനാണ്, സംശയമൊന്നുമില്ല. അത് അനുവദിക്കുന്ന സ്പീക്കർ എന്ന് പറയുന്നത് ചട്ടപ്രകാരമല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഏത് ചോദ്യമാണ് സഭയിൽ വരാത്തത്, നിങ്ങൾക്ക് ഉന്നയിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ഉദാഹരണമായിട്ട് MR അജിത്കുമാർ RSSകാരെ കണ്ടു. MR അജിത്കുമാർ തങ്ങളെ കണ്ടതിന് നടപടി എടുക്കണോ? ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ അല്ലെങ്കിൽ ഇത്തരം ആളുകളെയൊക്കെ തന്നെ കാണും, പോലീസുകാർ കാണും. ഈ RSS നേതാക്കന്മാരെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ Z കാറ്റഗറിയിലുള്ളവരാണ്. അവർ കേരളത്തിൽ വന്നാൽ ക്രമസമാധാന ചുമതലയുള്ളവർ കാണും. ആ കാണുമ്പോൾ തലേ തൊപ്പും വെച്ച് യൂണിഫോമിൽ തൻ്റെ ഇടത്തോടെ പോകണം, ഒളിച്ചു പോകരുത്. ഒളിച്ചു പോണതിന് സേവ പിടിക്കാൻ പോവാണ്. ആ സേവ പിടുത്തത്തിന് പോയത് അനുചിതമാണ്, അത് നിലനിൽക്കാൻ പറ്റുന്നതല്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതിനാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അജിത് കുമാറിൻ്റെ പേരിൽ വേറെ ഒരു കുറ്റം ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് അൻവറിന് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ കോൺഗ്രസ് പകുതിയോട് പറയുകയാണ്, അൻവറിനോട് പറയണം, അജിത് കുമാറിനെതിരെ തെളിവ് കൊടുത്തിട്ട് വരാൻ പറയണം. നിങ്ങൾ ഒളിച്ചോടുക എന്ന് പറയുമ്പം അൻവർ ഒളിച്ചോടിയിരിക്കുകയാണ്, ഒരു തെളിവും കൊടുത്തിട്ടില്ല. P. ശശി സ്വർണം കടത്തി എന്ന് പറഞ്ഞാൽ തെളിവ് കൊടുക്കട്ടെ.
പി ശശി ഏതെങ്കിലും തർക്കത്തിൽ തെറ്റായിട്ട് ഇടപെട്ട് വന്നാൽ തെളിവ് കൊടുക്കണ്ടേ? ചുമ്മാ വല്ലതും പറഞ്ഞിട്ട് പോയാൽ മതിയോ? അതുകൊണ്ട് കേസ് ശശി അങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെന്നല്ല, ചോദ്യം ചോദിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്ന അൻവറിൻ്റെ മൂത്താപ്പയായിട്ടാണ് ഇന്ന് VD സതീശനും പ്രതിപക്ഷവും മാറിയത്. ശ്രീ അനിൽകുമാർ അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. പക്ഷെ ഒരു കാര്യം ശ്രീ അനിൽകുമാർ, ഒരു കാര്യം അങ്ങിപ്പോൾ പറഞ്ഞ അജിത് കുമാറിനെ ട്രാൻസ്ഫർ ചെയ്ത കാര്യം എല്ലാത്തിനും ഉത്തരവുണ്ട്. അങ്ങ് ഞാൻ അങ്ങ് തടസ്സപ്പെടുത്തുകയല്ല. അങ്ങിപ്പോൾ പറഞ്ഞ അജിത് കുമാറിനെ ട്രാൻസ്ഫർ ചെയ്ത കാര്യം, അത് ഈ തലയിലെ തൊപ്പി മൂരി വെച്ച് രഹസ്യമായി പോയി കണ്ടതിൻ്റെ പേരിലാണ് എന്ന അറിവ് അങ്ങേക്ക് എവിടെയാണ്? നിങ്ങൾ മാത്രം ഇങ്ങനെ പ്രിവിലേജ് ആയിട്ടിരുന്നാൽ മതിയോ? ഇത് പുറത്തറിഞ്ഞിട്ടില്ലല്ലോ ഈ കാരണത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ വേഗം നിർത്താം. അതാര് വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്? പിണറായി വിജയൻ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല. പിണറായി വിജയൻ അറിയാഞ്ഞ കാര്യം പിണറായി വിജയനോട് പ്രതിപക്ഷം വെളിപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങിപ്പോൾ വീരസ്യം പറയുന്ന ഈ നടപടി ഉണ്ടായത്. അപ്പോൾ ജനാധിപത്യത്തിന് ഗുണകരമാകുന്ന രീതിയിൽ പിണറായി വിജയനെ കാര്യങ്ങൾ ധരിപ്പിച്ച റോള് കൂടിയാണ് അങ്ങ് പറയുന്ന അങ്ങയുടെ നേതാവുണ്ടല്ലോ മുഖ്യമന്ത്രി, നിലവാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഈ പ്രതിപക്ഷ നേതാവാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഏത് നിലവാരത്തിൽ സ്വന്തം ADGP പ്രവർത്തിച്ചു എന്നത് അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടിയത് നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണെങ്കിൽ ആ പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരക്കുറവാണ് മാതൃകാപരം. ഏത് നിലവാരത്തിൽ മുഖ്യമന്ത്രി ഇരിക്കുന്നു ഇതൊന്നും കാണാതെ എന്നത് പരിശോധിക്കേണ്ട നിലവാരത്തിലാകണം പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന അങ്ങുണ്ടാകേണ്ടത്. ശ്രീ അനിൽകുമാർ. എനിക്ക് സതീശിൻ്റെ നിലവാരത്തിലെത്താനാവില്ല. ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തതെന്ന് അശ്ലീല വീഡിയോയെക്കുറിച്ച് പറയുന്നൊരു സതീശൻ്റെ നിലവാരം ബഹുമാനപ്പെട്ട വേണുവിന് വളരെ ബോധ്യപ്പെട്ട് കാണും. അത് വേണുവിന് ആ സതീശനോടുള്ള സ്നേഹം കൂടുന്നതിന് കാരണവും എനിക്കറിയാം. അതുകൊണ്ട് ആ നിലവാരത്തിൻ്റെ ഔന്നത്യമൊന്നും നമ്മളോട് പറയരുതേ. ADGPയുടെ കാര്യത്തിൽ മാത്രമാണ് എൻ്റെ ചോദ്യം. ക്ലാസ്സും ആവശ്യമില്ല. ADGPയുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഞാൻ പറയട്ടെ, സതീശനെ കുറിച്ച് പറയാം. സതീശനെ കുറിച്ചാണ് ഞാൻ പറയണത്. സതീശനെ കുറിച്ച് പൊതുമണ്ഡലത്തിലുള്ള വേറൊരു വീഡിയോ ഉണ്ട്, ഞാൻ അങ്ങോട്ട് തരാം. സതീശനെ കുറിച്ച് അനുഭവിച്ച ഒരാൾ പറയുന്നൊരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ നോക്കാം. വ്യക്തിപരമായ അനുഭവം, സതീശൻ്റെ നിലവാരം ചെയ്യാം. ആ നിലവാരമാണ് മുഖ്യമന്ത്രിയെ ബോധോദയം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ബോധത്തിൻ്റെ ഉദയം എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. സുനിൽകുമാർ, ഞാൻ ADGP വിഷയം മാത്രമാണ് പറയുന്നത്. അതിലാണ് എനിക്കപ്പോൾ മറുപടി വേണ്ടത്. നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ഞാൻ പറയട്ടെ സാർ, എൻ്റെ അവസരം ഞാൻ പറയും. സതീശൻ വിദേശത്ത് പോയി പണം പിരിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അങ്ങോട്ട് തരാം. എന്നിട്ട് വിദേശത്ത് പോയിട്ട് പണം പിരിച്ചിട്ടില്ല എന്ന് പറയുന്ന വീഡിയോ നിയമസഭയിൽ പ്രസംഗം ഞാൻ കാണിച്ചു തരാം. അതാണോ സതീശൻ്റെ നിലവാരം? പച്ചക്കള്ളം പറയുന്ന സതീശൻ. പിരിച്ചെന്ന് ഒരിടത്ത്, പിരിച്ചിട്ടില്ല എന്ന് വേറൊരിടത്ത്. പൈസ വെക്കണം എന്നൊരിടത്ത്, പൈസ പിരിച്ചിട്ടില്ല എന്ന് വേറൊരിടത്ത്. മന്ത്രിമാർക്ക് പോലും വിദേശത്ത് പ്രളയം കഴിഞ്ഞ് പിരിക്കാൻ അനുവാദം കൊടുക്കാത്ത കേന്ദ്രം സതീശന് മാത്രം അനുവാദം കൊടുത്തത് വിളക്ക് കൊളുത്തിയത് കൊണ്ടാണ്. സതീശനുമായിട്ട് എന്താ തർക്കം? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി കുടുംബത്തെ രക്ഷപ്പെടാൻ ADGP അജിത് കുമാറിനെ ദൂതനായി വിട്ടുവന്ന പെരുന്നുണയാണ് സതീശൻ പറഞ്ഞത്. ആ പെരുന്നുണയ്ക്കാണ് മുഖമടച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? എന്നെ വഴിവിട്ട് സഹായിക്കാൻ ലോകത്തൊരാൾക്കും പറ്റത്തില്ല, ആ പണിക്ക് പോകുന്ന ആളല്ല ഞാൻ. ഇവിടെ പറഞ്ഞല്ലോ, എന്താ കരിവന്നൂരുമായി ബന്ധപ്പെട്ട് AC മൊയ്തീൻ്റെ പേരിൽ ഹൈക്കോടതിയിലെ ആ കേസിനകത്ത് AC മൊയ്തീന് അനുകൂലമായിട്ടാണ് വിധി. AC മൊയ്തീനെതിരല്ല. അത് യാദൃച്ഛികമല്ല, അത് ED കൊടുക്കേണ്ട കാര്യങ്ങൾ യഥാക്രമം കൊടുക്കാതിരുന്നത് കൊണ്ട് കിട്ടിയ ആനുകൂല്യം അല്ലല്ല. അതൊരു മഹത്വമായിട്ട് വെക്കേണ്ട. അത് EDയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ള ആനുകൂല്യമാണ്. അതൊരു വലിയ തൂവലായിട്ട് മൊയ്തീൻ എടുത്ത് വെക്കുന്നെങ്കിൽ വെച്ചോളൂ. ഒരു കാര്യം വേണുവിനോട് മനസ്സിലാക്കാൻ അറിയണം. വേണു ഇടയ്ക്ക് കക്ഷി ചേരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വിരോധമില്ല. എനിക്ക് 3 ആളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള സമയം തരണം. ED എന്നാ ചുക്ക് ചെയ്യാനാ AC മൊയ്തീൻ്റെ ഭാര്യയുടെ റിട്ടയർമെൻ്റ് ആനുകൂല്യം അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്തത് ED വിഴുങ്ങും. വേണു ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ ഏത് കേസാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഹൈക്കോടതിയുടെ വിധി എടുത്ത് നടപടിക്രമങ്ങൾ പാലിച്ചില്ല EDയോട് യുദ്ധം ചെയ്ത് പറയട്ടെ. EDക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു അലംഭാവം വരുന്നത്? അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നുവെങ്കിൽ അത് യാദൃച്ഛികമാണെന്ന് എങ്ങനെ കരുതാൻ കഴിയും? ഞാൻ പറയട്ടെ, നിങ്ങൾ വിഡ്ഢിത്തരം പറയരുത്. എന്താണെന്നറിയോ, ഒരു അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ സ്വത്ത്, അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് ഇവർ ഫ്രീസ് ചെയ്തു. അവർ യഥാർത്ഥത്തിൽ ഈ അരവിന്ദാക്ഷൻ്റെ അമ്മയല്ല, അയലോകത്തെ വേറൊരു സ്ത്രീയാണ്.
ഈ ED ന്യായീകരിക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകളല്ലാണ്ട് ഈ സന്ധിക്ക് ഇറങ്ങിത്തിരിക്കുമോ? അല്പം നാണം വേണം. അരവിന്ദാക്ഷന്റെ കാര്യത്തിനകത്ത് എനിക്കും അങ്ങയോട് യോജിപ്പ് തന്നെയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കോടതി ഉത്തരവിലുള്ളതാണ്, അങ്ങേക്ക് അത് പരിശോധിക്കാം. അങ്ങനെയെങ്കിൽ എന്നെയല്ല വിട്ടിയെന്ന് പറയേണ്ടത്, ആ കോടതിയാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ പറയാം. സുപ്രീം കോടതി പറയട്ടെ. സുപ്രീം കോടതി EDക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വേണു വായിച്ചിട്ടുണ്ടോ? സുപ്രീം കോടതി EDക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റാണ്. ഇനി വേണു വേറെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകണോ EDക്ക്? അതുകൊണ്ട് പ്രതിപക്ഷത്തിന് നേരെ ED നടത്തുന്ന പണി ഒരു ചുക്ക് കേൾക്കത്തില്ല. ഇനി എന്താണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ കോടതിയിൽ എന്താണ് ED പറഞ്ഞത്? ഞങ്ങൾ അന്വേഷിക്കുന്നത് വീണ വിജയനെ കുറിച്ചല്ല. ഞങ്ങൾ അന്വേഷിക്കുന്ന 135 കോടി രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് കള്ളപ്പണം അടിച്ചുകൊണ്ട് പോയവരെ കുറിച്ചാണ്. അതിൽ ഉമ്മൻചാണ്ടിയുണ്ട്, അതിൽ ചെന്നിത്തലയുണ്ട്, അതിൽ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. നിങ്ങൾ ആ വിധി എടുത്ത് വായിച്ചു നോക്ക്. ഞങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ഉമ്മൻചാണ്ടി കള്ളപ്പണം കൊണ്ട് കരിമണൽ കമ്പനിയിൽ നിന്ന് വീട്ടിൽ പോയാൽ CPM ഉത്തരം പറയണം. ഞങ്ങൾ നിയമസഭയിൽ പറയാം, നിങ്ങൾ ചോദിക്ക്. അതുമായി ബന്ധപ്പെട്ടാണ് അഭിമാന പുരസ്സരം ഞങ്ങൾ പറയുന്നത്. ഒരു ചുക്കും EDക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു SFIക്കും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിയമപരമായിട്ട് മാത്രമേ അവർ പ്രവർത്തിച്ചിട്ടുള്ളൂ. നാലാമത്തെ കാര്യം എന്താ പറയുന്നത്? കാഫിർ പ്രയോഗം. കാഫിർ സ്ക്രീൻഷോട്ട് ഒരു വ്യക്തി DYFയുടെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടാക്കിയെന്നാണല്ലോ ഇവർ പറഞ്ഞത്. 30 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പോയി വാങ്ങിച്ചോ. പിന്നെ MP ജയരാജൻ്റെ പേരിൽ ലീഗുകാരൻ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. ഇപ്പോൾ ഏറ്റവും അവസാനം നിങ്ങൾ അവിടെ എത്ര പേര് ലീഗുകാർ പ്രതികളാണ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിന്? അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലകുനിക്കുകയല്ല. അതുപോലെ തന്നെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, PR ഏജൻസി ഉണ്ടോ? അല്ല, ഇല്ല. ഉണ്ടെന്ന് തെളിയിച്ചാൽ ഒരു സ്വർണ്ണമോതിരം തരാം. അത് നിങ്ങൾ UDFകാർ കള്ളക്കടത്തണമെന്ന മോതിരം വേണ്ട, നല്ല അസൽ മോതിരം വിലയ്ക്ക് വാങ്ങിച്ചു തരാം. നല്ല നികുതി കൊടുത്ത മോതിരം തരാം. PR ഏജൻസി ഉണ്ടെന്നങ്ങ് തെളിയിക്കണം. കേരള സർക്കാരിന് ഒരു PR ഏജൻസി ഇല്ല. ഇത് മറുപടി പറഞ്ഞതാ മുഖ്യമന്ത്രി. അടുത്തത് സുന്ദരയുടെ കേസ്. സുന്ദരയുടെ പരാതി വന്നപ്പോൾ കേസെടുത്തപ്പോൾ ഒരു പ്രശ്നം വന്നു. കുറ്റപത്രം കോടതി കൊടുത്തില്ലേ? കുറ്റപത്രം കോടതി കൊടുത്തപ്പോൾ സുന്ദരയുമായി ബന്ധപ്പെട്ട് അയാൾ തടവിലാണെന്ന് പറയുന്ന ദിവസം അയാൾ മറ്റാളുകളുമായി ഫോണിൽ സംസാരിച്ചു എന്നുള്ള രേഖയാണ് എതിർഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. അപ്പോൾ അയാൾ തടവിലാന്നുള്ള ഭാഗം പോയി. രണ്ടാമത് അയാൾ പണം കൈപ്പറ്റിയത് എവിടെയാ? അമ്മയുടെ അടുത്ത് 2500 നോട്ടാണ് അവരവിടെയാണ് കൊണ്ടേൽപ്പിച്ചത്. അമ്മ കൊടുത്ത പണമാണെന്ന് വന്നപ്പോൾ തെളിവില്ല. കുറ്റപത്രം കൊടുത്തെങ്കിലും ഈ തെളിവില്ല എന്നുള്ള വിധിന്യായത്തിൽ വായിച്ചു നോക്കണം. കൊടകര കുഴൽപ്പണ കേസ്, സുരേന്ദ്രൻ ഈ കള്ളക്കടത്ത് സുരേന്ദ്രൻ ഹൈവേയിൽ പണം പിടിച്ചു പറിച്ചില്ല. പണം പിടിച്ചു പറിച്ചത് BJPക്കാർ തമ്മിലാണ്. ആ പണം പിടിച്ചു പറിച്ചതിൻ്റെ ഉറവിടം അന്വേഷിക്കാൻ നമ്മൾ പോയപ്പോൾ 1,37 ലക്ഷം രൂപ പിടിച്ച് കോടതി കൊടുത്തു. 25 ലക്ഷം ഉള്ളതെന്ന് പറഞ്ഞിട്ട് 1,37 ലക്ഷം പിടിച്ചു കൊടുത്തു. എന്നിട്ട് EDയോട് പറഞ്ഞു, ഈ കാശിൻ്റെ ഉടമ ആരാന്ന് കള്ളപ്പണത്തിൻ്റെ സ്രോതസ് കണ്ടുപിടിക്കണം. കള്ളപ്പണത്തിൻ്റെ സ്രോതസ് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് അധികാരമില്ല എന്ന് ഈ ജിൻഡോ ജോണിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ദയവായി പറഞ്ഞു കൊടുക്കണം. അല്ല ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം കള്ളം പറയുന്ന ആളല്ല. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറയുന്നത്, നക്ഷത്ര ചിഹ്നം ഒഴിവാക്കി. നിങ്ങൾ ഇന്നത്തെ നിയമസഭയിൽ ആധികാരികമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവിന് വലിച്ചു കീറാം. PR ഏജൻസിയുടെ കഥ പറയാം, ഹിന്ദുവിലെ ഇത് പറയാം, മലപ്പുറം പറയാം, സ്വർണ്ണക്കള്ളക്കടത്ത് പറയാം, എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അങ്ങ് പറയാമല്ലോ. അങ്ങ് പറയുന്നു എല്ലാത്തിനും മറുപടി പറയാൻ ബാധ്യതയില്ല. പക്ഷെ ഞങ്ങൾ കേട്ടിട്ട് മിണ്ടാതെ പോന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാർ ഞങ്ങൾ ചോദിക്കത്തില്ലേ, എന്താ അതിന് മറുപടി ഇല്ലാത്തത്? ഞങ്ങളോട് ചാനൽ ചർച്ച ചോദിക്കില്ല, ഇന്ന പോയിന്റിന് മറുപടി ഇല്ലാത്തത്. ഞാനിപ്പോൾ എണ്ണി മറുപടി പറഞ്ഞ പോലെ കേരളത്തിനകത്ത് മറുപടി കിട്ടി. ഇന്ന് സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അഴിമതിക്കാരനാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു കളവ് പറഞ്ഞു. ഞാൻ ആ സതീശനോട് പറയുകയാണ്, ഹൈക്കോടതി ചെന്നപ്പം ചെന്നിത്തല സതീശനോട് കേസ് കൊടുത്ത് ഹൈക്കോടതി ചെന്നപ്പോൾ പട്ടും വളയും കിട്ടിയോ ഹൈക്കോടതിയിൽ നിന്ന്? K-ഫോൺ കേസിൽ സതീശൻ്റെ ചെവിടിൻ്റെ കുറ്റി കടിച്ചില്ലേ ഹൈക്കോടതി? K-ഫോൺ കേസിലെ മുഖ്യമന്ത്രിക്കെതിരായ കള്ളപ്രചരണം നടത്തിയിട്ട് മുഖ്യമന്ത്രി കക്ഷിയല്ല. അതിൽ K-ഫോൺ കേസിൽ മുഖ്യമന്ത്രി കക്ഷിയല്ല. മുഖ്യമന്ത്രിയുടെ മകനോ മകളോ മരുമക്കളോ കക്ഷിയല്ല. അമ്മായിയച്ഛൻ കക്ഷിയല്ല. മറ്റേ വേറൊരു കേസുണ്ടല്ലോ, അഴിമതി ക്യാമറ എന്ന് പറയുന്ന കേസ്. എന്തായി സതീശൻ്റെ കേസിലെ വിധി? ഒന്ന് വായിച്ചു നോക്കൂ ജിൻഡോ ജോൺ. അതുകൊണ്ട് നിയമം ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും ഈ അഴിമതി ആരോപണങ്ങൾ വ്യാജമാണെന്ന് ഞങ്ങൾ കോടതി വഴി തെളിയിക്കുകയും ചെയ്യുന്നത് RSSന്റെ ഔദാര്യത്തിലല്ല. ഒരു മോദിയുടെ ഔദാര്യവും വേണ്ട, RSSന്റെ ഔദാര്യം വേണ്ട.
അവരോട് യുദ്ധം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തല ഉയർത്തി നിൽക്കുന്നത്. ശരി. തന്റെ ഇടം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഏത് ചോദ്യത്തിന് ഉത്തരം പറയാം. ശരി ശ്രീ അനിൽകുമാർ, അങ്ങ് 8:04 സംസാരിച്ചു തുടങ്ങിയാണ്. ഇപ്പോൾ 8:18 ആകുന്നു. അങ്ങയുടെ അറിവിലേക്കായി പറയുകയാണ്, അങ്ങേക്ക് അവസരം നിഷേധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ. പ്രതിപക്ഷം പേടിച്ചോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ CR നീലാണ്ടിലേക്കാണ് ഞാൻ പോകേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് വരാം സാർ. ശ്രീ ജിൻഡോ, ഇവിടെ അങ്ങ് പറഞ്ഞതിനെല്ലാം അക്കമിട്ടുള്ള കൃത്യമായ മറുപടി ശ്രീ അനിൽകുമാറിൻ്റെത് വന്നിട്ടുണ്ട്. വേഗം അതിനുള്ള അങ്ങയുടെ പ്രതികരണം എനിക്ക് അതിനുശേഷം CRലേക്ക് പോകണം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ മറുപടി കൃത്യമാണെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതേ അടിയന്തര പ്രമേയം കേരളത്തിൻ്റെ പിണറായി വിജയനും അതുപോലെ സ്പീക്കറും 8 പ്രാവശ്യം കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ അനുവദിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് പിണറായി വിജയൻ്റെയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഔദാര്യമല്ല, പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്, ജനപക്ഷത്തിൻ്റെ അവകാശമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, അദ്ദേഹം പറഞ്ഞത് അജിത് കുമാറിനെ ട്രാൻസ്ഫർ ചെയ്തത് അതൊരു നടപടിയുടെ ഭാഗമായിട്ടാണ്. എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്തത്? തൊപ്പി വയ്ക്കാതെ ഒളിച്ച്, ഔദ്യോഗിക വേഷമില്ലാതെ ഒളിച്ച് RSS നേതാക്കന്മാരെ കണ്ട് സന്ധി സംഭാഷണം നടത്തിയതിൻ്റെ പേരിലാണ് അത്രേ. അങ്ങനെയാണെങ്കിൽ ആ 16 മാസക്കാലം ഒളിച്ചിരുന്ന അജിത് കുമാറിൻ്റെ കാക്കിക്ക് പുറകിൽ ഒളിച്ചിരുന്ന പിണറായി വിജയനെ കൂടി നിങ്ങളൊന്ന് ട്രാൻസ്ഫർ ചെയ്യണം. കേരളത്തിൻ്റെ പൊതുസമൂഹം രക്ഷപ്പെടട്ടെ. ഒന്ന്, ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്ത ആ റിപ്പോർട്ട് അനിൽകുമാറിന് എങ്ങനെയാണ് കിട്ടിയത്? 2, ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉള്ളത്? ട്രാൻസ്ഫർ ആണ് ചെയ്തത്, അത് കുറ്റകൃത്യത്തിന് കൊടുത്ത ശിക്ഷയാണെന്ന് അനിൽകുമാർ പറയുന്നു. എങ്കിൽ ആ ശിക്ഷയെ കുറിച്ചിട്ട് ഈ ട്രാൻസ്ഫർ ഓർഡറിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന് കിട്ടാത്ത എന്ത് രേഖയാണ് അനിൽകുമാറിന് പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്ന് അയച്ചു തരുന്നത് എന്നുള്ളതിൻ്റെ മറുപടി പറയണം. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. 16 മാസക്കാലം അജിത് കുമാറിൻ്റെ RSS സമാഗമം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിലിരുന്ന പിണറായി വിജയനാണ് യഥാർത്ഥ ഭീരു. അതുകൊണ്ടാണ് എല്ലാ ദിവസവും അമ്മാച്ചനെ ക്ലിഫ് ഹൗസിൽ കണ്ടത് കൊണ്ടായിരിക്കാം റിയാസ് ഭീരുവിനെ കുറിച്ചുള്ള കഥ ഇന്ന് പൊതുസമൂഹത്തിന്റെ മുൻപിൽ പറഞ്ഞത്. അടുത്ത നിങ്ങൾ പറയുന്നത് സതീശനെതിരെ കേസുണ്ട് എന്ന്. പുനർജനി കേസ് നിങ്ങളൊന്ന് പോയി നന്നായിട്ട് പഠിക്കുന്നത് നല്ലതാ. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ദുരന്തം വരുമ്പോൾ ഒരു ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഒരു MLA പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്ത ഒരു ഉദാത്ത മാതൃകയാണ്. അതൊന്ന് പഠിക്കുന്നതല്ല. മാത്രമല്ല പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് VD സതീശന്റെ ആക്ഷേപം വന്നിരുന്ന പിണറായി അഴിമതിക്കാരനാണെന്നാണല്ലോ. ഈ AIK ഫോൺ രണ്ടും ഇടിഞ്ഞു പൊളിഞ്ഞു വീണു ഹൈക്കോടതിയിൽ. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് 1 മിനിറ്റ് കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഈ മൊയ്തീൻ്റെ കള്ളപ്പണത്തെ കുറിച്ച് പറയുമ്പോൾ ഭാര്യയുടെ പെൻഷൻ കാശാണ്. EP ജയരാജന്റെ റിസോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോഴും പറയും ഭാര്യയുടെ പെൻഷൻ കാശാണ്. വീണയുടെ മാസപ്പടി കമ്പനി തുടങ്ങിയതിനെ കുറിച്ച് പറയുമ്പോൾ പിണറായി വിജയനും പറയും ഭാര്യയുടെ പെൻഷൻ കാശാണെന്ന്. CPM നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് മാത്രം കോടിക്കണക്കിന് രൂപ പെൻഷൻ കിട്ടുന്ന എന്ത് പരിപാടിയാണ് അവർ നടത്തുന്നതെന്ന് കൂടി പൊതുസമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി കരിമണൽ കമ്പനിയിൽ നിന്ന് കോടികൾ കൊണ്ടുപോയെന്ന് അനിൽകുമാർ ഇത്ര വ്യക്തമായി പറയുമ്പോൾ നിങ്ങളുടെ പിണറായി വിജയൻ പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അതിന്റെ തെളിവുകൾ കൊടുക്കണം. മരണശേഷമെങ്കിലും ഒന്നുകൂടി ഒന്ന് കേസെടുത്ത് വേട്ടയാടാൻ പറ്റുമെന്ന് ഒന്ന് പരിശോധിക്കുക. തെളിവുകളില്ലാതെ ഈ ജൽപ്പനം തുടരുത്. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾ കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇനാം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. ആ ഇനാം DYFIയുടെ സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാർക്ക് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. നിങ്ങൾ ഈ പറയുന്ന ആളുകൾക്ക് സ്വർണ്ണമോതിരം ഇടുന്നു പറയുന്നത് സ്വ അനുഭവത്തിൽ നിന്നായിരിക്കും. കാരണം ഇതുപോലെ സ്വർണ്ണം കടത്തുന്ന പാർട്ടിക്ക് ആവശ്യത്തിലധികം സ്വർണ്ണമോതിരം ഇട്ടുകൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ശരി ശരി ശ്രീ അനിൽകുമാർ വേഗം മറുപടി വേഗം, എന്നിട്ട് എനിക്ക് ശ്രീ CRലേക്ക് പോകണം. വേഗം ശ്രീ അനിൽകുമാർ. അല്ല, ഞാൻ വെല്ലുവിളിക്കുമ്പോൾ സ്വർണം കടത്തുന്ന പരിപാടി മുനീറിൻ്റെ കയ്യിലാണ്, ഞങ്ങളുടെ കയ്യിലില്ല. അതിന്റെ ആളുകളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. സ്വർണം പിടിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. സ്വർണം കടത്തുന്ന ഗവൺമെന്റ് അല്ല, സ്വർണം പിടിക്കുന്ന ഗവൺമെന്റാണ്. പിടിച്ചത് കൂടിപ്പോയിന്ന് അൻവറുടെ പരാതി. പിടിച്ചത് കൂടിപ്പോയിന്ന് പരാതി പറയുന്നവരുടെ കൂടിയാണ് നിങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്നത്. പിടിച്ചത് മലപ്പുറത്താണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് മലപ്പുറം ജില്ലയ്ക്ക് അപകടമാണ്, മതത്തിന് അപകടമാണെന്ന് പറയുന്നിടത്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. പിന്നെ AI ക്യാമറ കേസിലെയും K-ഫോൺ കേസിലെയും വിധിയുടെ കാര്യം വന്നപ്പോൾ എന്താ മിണ്ടാത്തത്? നാവറങ്ങിപ്പോയോ? സതീശന് പട്ടും വളയും കൊടുത്തതാ? അല്ലല്ല, ഞാൻ പറയുന്നത് പുനർജനി കേസിനെ കുറിച്ചാണ്. കേരള സർക്കാരിന് പറ്റാത്തത് അല്ല. ശ്രീ അനിൽകുമാർ, ജിൻഡോ പറഞ്ഞില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യത്തിൽ നിയമയുദ്ധം തുടരുമെന്ന്. ഹൈക്കോടതി അല്ലല്ലോ അവസാനത്തെ വിധി പറയേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് സമയമുണ്ടെങ്കിൽ വരാം. എന്തായാലും ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും പറഞ്ഞൊരു കാര്യം ശ്രീ CR, നാളെയും അവസരങ്ങളുണ്ട്. സഭാ ചട്ടങ്ങൾ അനുസരിച്ച് ഈ വിഷയങ്ങളെല്ലാം വരും ദിവസങ്ങളിലും അവതരിപ്പിക്കുമെന്ന്. എന്തായാലും ഒരു കാര്യം അറിയാമല്ലോ, അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകിയാലും നൽകിയില്ലെങ്കിലും മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ ഈ കാര്യങ്ങളൊന്നും യുക്തിഭദ്രമായി അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് വല്ലാതെ പ്രതിപക്ഷം അങ്ങ് പ്രതിരോധത്തിലായി എന്ന കൊമ്പു കുലുക്കേണ്ട ആവശ്യം മുഖ്യമന്ത്രിക്ക് എന്തായാലുമില്ല. പക്ഷെ ഒരു കാര്യം, അടുത്ത ദിവസങ്ങളിൽ ഈ ഭരണപക്ഷത്തെ എന്തായാലും ഇന്ന് ഒരു പ്രതിരോധത്തിലാകുന്ന വിഷയം എന്ന നിലയിൽ ഇത് ഉന്നയിക്കാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് രാഷ്ട്രീയമായ മറുപടി നൽകാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ? ചോദ്യം 1. ചോദ്യം 2, ആവർത്തിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ല, മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ മഹത്വം.
റിയാസും അത് ചൂണ്ടിക്കാട്ടുന്നു. അത് യാദൃച്ഛികമാണോ CR? കാരണം എന്തായാലും ഇനി ഞങ്ങൾക്ക് ഭരണമുണ്ടാകില്ല, അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് അവിടെ അടി തുടങ്ങണേ എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു കൊടുക്കുകയല്ലേ? അത് UDF ക്യാമ്പിൽ അലോസരം ഉണ്ടാക്കുമോ ഇന്ന് രാത്രി മുതൽ? ശ്രീ CR അല്ലല്ല, ശ്രീ CR പറയട്ടെ, ശ്രീ CR പറയട്ടെ. ആ ചോദ്യം അവതാരകൻ ചോദിക്കാൻ പാടില്ല. ഒരു കാര്യം ശരി 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 ശ്രീ അൽകുമാർ, ശരി 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 ശ്രീ അൽകുമാർ, ശരി ആ ചോദ്യം അവതാരകൻ ശരി ശ്രീ അൽകുമാർ, ശരി ശരി ശ്രീ CR, അവതാരകൻ അത് പിൻവലിക്കണം. ശരി ശരി ശ്രീ അൽകുമാർ, ഭരണമുണ്ടാവില്ല എന്ന അവതാരകന്റെ രാഷ്ട്രീയമാണെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളൂ. ശരി 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 ശ്രീ അൽകുമാർ. ഞാൻ പറയാൻ അങ്ങ് സമ്മതിച്ചാൽ അനിൽകുമാറെ, ഇത് അസംബ്ലി അല്ല അനിൽകുമാറെ, നമ്മൾ രണ്ടുപേരും MLA മാരും അല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന എനിക്ക് ഞാൻ എത്ര നേരം കാത്തിരുന്ന ആളല്ലേ. ഒന്ന്, ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഞാൻ ജിൻഡോ പറഞ്ഞ ഒരു കാര്യത്തിനോട്, വേണു പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. അനിൽകുമാർ കാര്യം പറഞ്ഞല്ലോ, 16 മാസം മുമ്പ് തലയിൽ മുണ്ടിട്ട് കണ്ടതിനാണ് ഇയാളെ പുറത്താക്കിയതെന്ന്. അതെനിക്ക് സന്തോഷമായി. കാരണം പൂരം കലക്കിയനല്ല, അഴിമതി നടത്തിയനല്ല, അതൊന്നൊക്കെ വരണുള്ളൂ, നിൽക്കട്ടെ. ഇത് പബ്ലിക്കായി നാളെ മുഖ്യമന്ത്രിയെ കൊണ്ട് നിയമസഭയിൽ ഒന്ന് പറയിച്ചാൽ മതി. അനിൽകുമാർ ഇപ്പം ഈ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയോ പത്രക്കുറിപ്പിലോ ഒന്ന് പറഞ്ഞു കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെട്ടു. കാരണം 16 മാസമായിട്ട് ഇത് അറിയാതിരുന്നു. അന്ന് 2023 സെപ്റ്റംബർ 24 മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയ കടലാസാണ് ഇയാൾ കാണാൻ പോയ കാര്യം. അന്ന് പിന്നെ പറഞ്ഞിട്ടില്ല. രാം മാധവനെ കാണാൻ പോയത് പിന്നത്തെ കാര്യം. ഇനി ഒരു കാര്യം കൂടി പറയണം വേണു. PR ഏജൻസി, ഇപ്പോൾ ചോദ്യങ്ങൾ പറഞ്ഞപ്പോഴാണ്, PR ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ PR ഏജൻസി ഉണ്ട് എന്നും അവരെഴുതി തന്നതാണ് എന്നും എഴുതിയ ഹിന്ദു പത്രം നുണ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹിന്ദു പത്രത്തിനെതിരെ, കാരണം മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്രയും വലിയ നുണ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി പാർട്ടിയുടെ അല്ല, മുഖ്യമന്ത്രിയാണ്. ഇനി വേണു ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇവിടെ ഒരു തമാശയുണ്ട്. ഇപ്പോൾ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു. നേരത്തെ വിജയരാഘവൻ പ്രസംഗത്തിലും കുറച്ചു നേരം ഞാൻ കേട്ടു. EMS നമ്പൂതിരിപ്പാടിൻ്റെയും EK നായനാരുടെയും VS അച്യുതാനന്ദൻ്റെയും ഒക്കെ പേര് പറഞ്ഞിട്ടാണ് പലപ്പോഴും പിണറായി വിജയൻ രക്ഷപ്പെടുന്നത്. ഞങ്ങൾ അന്ന് അത് ചെയ്തിട്ടുണ്ട്, ഇന്ന് ഇത് ചെയ്തിട്ടുണ്ട്. അത് പറയുന്ന ആളുകൾ, അവിടെയാണ് പ്രശ്നം. അതിനെ നമ്മൾ പലപ്പോഴും വിമർശിച്ചിട്ടുമുണ്ട്. കാരണം VS അച്യുതാനന്ദൻ്റെ നിലവാരം പിണറായി വിജയനില്ല എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു തർക്കം അക്കാര്യത്തിനില്ല. കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അത് പോട്ടെ, പ്രശ്നം അതല്ല. ഇപ്പം മുൻപത്തെ പ്രതിപക്ഷ നേതാവ് ഇതിനേക്കാൾ നല്ലതാണ്, മുൻപത്തെ ആൾ വേറെ ആൾ നല്ലതാണ് എന്ന് പറയുന്ന രീതി തിരിച്ചുപയോഗിച്ചാൽ എങ്ങനെയായിരിക്കും? EMS നമ്പൂതിരിപ്പാട് പിണറായി വിജയനേക്കാൾ വളരെ മഹാനാണ്, EK നായനാർ വളരെ മഹാനായിരുന്നു. ഞാനും അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. പക്ഷേ പിണറായി വിജയൻ മോശമാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പിണറായി വിജയൻ കണക്കാക്കുക ആ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്? ഇനി അവിടെയാണ് ഇതിലെ മർമ്മം കിടക്കുന്നത്. കാരണം എന്താ, സതീശനെ എത്ര മോശക്കാരനാവട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. സതീശൻ ഉന്നയിച്ച ചോദ്യമുണ്ട്. അൻവറിനെ ഒരു കാലത്തും അംഗീകരിക്കാത്ത ആളാണ് ഞാൻ. പക്ഷെ അൻവർ ഉന്നയിച്ച ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യം മറുപടി കിട്ടിയിട്ടില്ല അനിൽകുമാറെ. ഇപ്പോഴും ഒരു മറുപടി നിങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിയമസഭയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇനിയും അവസരമുണ്ട്. പ്രതിപക്ഷം അത് ഉപയോഗിക്കണം. കാരണം പ്രതിപക്ഷത്തിൻ്റെ റോൾ അതാണ്. എല്ലാ കാലത്തും പ്രതിപക്ഷം ചെയ്യുന്ന, പാർലമെന്റിലും അതെ, ഭരണപക്ഷം ചെയ്യുന്ന തെറ്റുകളെ തിരിച്ചു ചോദിച്ച് നിങ്ങളിങ്ങനെയല്ല എന്ന് പറയേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ ഞാനും വിമർശിക്കും. കാരണം അതാണ് അവരുടെ റോൾ. ആ റോള് നിർവഹിക്കാൻ അവർക്ക് ഇനിയും സമയമുണ്ട്. ഇനി ഈ അനിൽകുമാർ 3-4 പ്രാവശ്യം മുനീറിന്റെ പേര് കേട്ടു. എനിക്കറിയില്ല മുനീറാണോ കള്ളക്കടത്തുള്ളതെന്ന്, എനിക്കൊന്നും അറിയില്ല. ആണെന്ന് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ മുനീറിനെ ഏതെങ്കിലും ഒരു കേസിൽ ഒന്ന് പ്രതിയാക്കാൻ പറ്റുമോ? നിങ്ങൾ കേസെടുക്ക്. ഞാൻ പറഞ്ഞു, വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല. ശിവശങ്കരന്റെ പേരിൽ കേസുണ്ട്, ഇവരുടെ പേരിലൊക്കെ കേസുണ്ട്. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരാണ് ശ്രീ CR മുനീറിനെതിരെ പറഞ്ഞിട്ടുള്ളത്. മുനീർ ചെയർമാനായിട്ടുള്ള അമാന എംബ്രേസിന്റെ പദ്ധതിയുടെ ഭരണസമിതിയിൽ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള ഒരാൾ ഉണ്ട് എന്ന്, അത് DYFI ആണ് അത് ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അന്വേഷണം വരണമോ എന്നതിനപ്പുറത്ത് DYFI ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മുനീറിന്റെ പ്രതികരണവും ഏറ്റവും അനിവാര്യമാണ്. കാരണം ജനകീയ കോടതിയിലാണല്ലോ ഇതെല്ലാം പരമമായും പരിശോധിക്കപ്പെടേണ്ടത്. എന്തായാലും ഇനിയും ഉണ്ടല്ലോ അവസരം എന്നാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും എല്ലാം പറഞ്ഞത്. അവസരങ്ങൾ നാളെയുണ്ട്, പക്ഷേ ഇന്നത്തെ അവസരം പ്രയോജനപ്പെടുത്തിയോ? അത് നാളത്തെപ്പറ്റി പ്രതീക്ഷാപൂർവ്വം പറയുന്ന പ്രതിപക്ഷം ഇന്നിരുന്ന് ആലോചിക്കേണ്ടതാണ്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു.